മറ്റൊന്ന് സ്ത്രീ സുരക്ഷ. ഈ രാജ്യത്ത് നിലനിൽക്കണോ വേണ്ടായോ എന്നുള്ളതാണ്. നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെടുന്നത് നമ്മുടെ രാജ്യത്തെ മതേതരത്വം സംരക്ഷിക്കണം, നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കണം, നമ്മുടെ രാജ്യത്തെ ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കണം, നമ്മുടെ രാജ്യത്തെ മതന്യൂനപക്ഷത്തിന്റെ അവകാശം സംരക്ഷിക്കണം, നമ്മുടെ രാജ്യത്തെ സ്ത്രീ സുരക്ഷ നടപ്പാക്കണം, നമ്മുടെ രാജ്യത്തെ പൊതുമേഖലയെ തന്നെ നിലനിർത്തണം. ഇതിനു വേണ്ടിയാണ് നമ്മുടെ രാജ്യത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വിജയിച്ചു വരണം എന്നീ രാജ്യത്തെ ജനങ്ങളോട് ഇടതുപക്ഷം ആവശ്യപ്പെടുന്നത്. എന്താണ് നമ്മുടെ രാജ്യത്തെ സ്ഥിതി? ഈ രാജ്യത്തെ വർഗീയ ഫാസിസ്റ്റ് ശക്തികളിലേക്ക് എത്തിച്ചത് ആരുടെ കെടുകാര്യസ്ഥതയാണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച 1947 ആഗസ്റ്റ് മാസം 15-ാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം സ്വാതന്ത്ര്യ അനന്തര ഇന്ത്യ ഭരിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് മഹാഭൂരിപക്ഷവും. നമുക്കറിയാം 1991 നമ്മുടെ ഇന്ത്യൻ ഭരണാധികാരിയായി ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായ നരസിംഹറാവു അധികാരത്തിൽ വന്നപ്പോൾ നമ്മുടെ രാജ്യത്തെ വിദേശ കുത്തകകൾക്ക് അടിയറ വെച്ചുകൊണ്ട് തെറ്റായ സാമ്പത്തിക നയവും തെറ്റായ ഉദാരവൽക്കരണ നയവും നടപ്പാക്കിക്കൊണ്ട് വിദേശ കുത്തകകൾക്ക് ഇന്ത്യ മഹാരാജ്യത്തെ അടിയറു വെക്കാൻ തീരുമാനിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അമേരിക്കയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ആസിയൻ കരാറായാലും നാട്ടു കരാറായാലും പേറ്റന്റ് ആക്ട് ആയാലും അങ്ങനെയുള്ള നമ്മുടെ ദേശത്തെ ഛിന്നഭിന്നമാക്കുന്ന, ദേശത്തെ തകർക്കുന്ന നയങ്ങൾ ഈ ഇന്ത്യ മഹാരാജ്യത്തെ നടപ്പാക്കിയത് കോൺഗ്രസ് ആണ്. നമ്മുടെ രാജ്യത്തെ ഇടതുപക്ഷം നമ്മൾ പറഞ്ഞു, ഈ രാജ്യത്ത് അപകടകരമാണ്, നമ്മുടെ കാർഷിക മേഖലയെ ഇല്ലായ്മയാക്കും, നമ്മുടെ വ്യാവസായിക മേഖലയെ തകർക്കും, നമ്മുടെ പരമ്പരാഗത മേഖലയെ തകർക്കും, അതുപോലെ തന്നെ പൊതുമേഖലയെ ഇല്ലായ്മ ചെയ്യും. ഇത് സാമ്രാജ്യത്തിന് അടിയറ വെക്കും. അതുകൊണ്ട് കോൺഗ്രസുകാരി തെറ്റായ നയങ്ങൾ നടപ്പാക്കരുതേ എന്ന് ഈ രാജ്യത്തെ ഇടതുപക്ഷം രാജ്യത്തെ ജനകോടികളോടായി അഭ്യർത്ഥിച്ചു. അന്ന് എന്തായിരുന്നു കോൺഗ്രസിന്റെ വാദം? ഇടതുപക്ഷമോ അവർ വികസന വിരോധികളാണ്, അവർ നമ്മുടെ രാജ്യത്തിലേക്ക് വികസനം കൊണ്ടുവരലാണ്. നരസിംഹറാവു ഒപ്പിടാൻ പോകുന്ന ആ കരാറുകളെല്ലാം തന്നെ ഈ രാജ്യത്തെ വികസനത്തിന് വേണ്ടിയാണ്. ഈ ഇടതുപക്ഷം വികസന വിരോധികളാണ്, അതുകൊണ്ടാണ് അവർ അതിനെ എതിർക്കുന്നത് എന്ന് പറഞ്ഞ കോൺഗ്രസുകാർ ആ നയം നടപ്പാക്കിയതിന്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തെ കാർഷിക മേഖല തകർത്തു, റബ്ബർ മേഖല തകർത്തു, അങ്ങനെ നമ്മുടെ പൊതുമേഖല തകർത്തു. ഇന്ത്യയിലെ എല്ലാ സംവിധാനങ്ങളും തകർത്തതിന്റെ ഭാഗമായിട്ടാണ് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ വാജ്പേയി എന്ന BJP അധികാരത്തിൽ വന്നത്. അവര് പറഞ്ഞത് എന്താണ്? കോൺഗ്രസുകാര് നമ്മുടെ രാജ്യത്തെ വിറ്റുതുലച്ചു, വിദേശികൾക്ക് വിറ്റുതുലച്ചു. അതുകൊണ്ട് ഈ രാജ്യത്തെ രക്ഷിക്കണമെങ്കിൽ BJP അധികാരത്തിൽ വരണം. അങ്ങനെ ഇന്ത്യയിലെ ജനങ്ങൾ വോട്ട് കൊടുത്തു. വാജ്പേയി അധികാരത്തിൽ വന്നു. വാജ്പേയി അധികാരത്തിൽ വന്നപ്പോഴോ നമ്മുടെ രാജ്യത്തെ വർഗീയ ഫാസിസ്റ്റ് നയം നടപ്പാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ പൊതുമേഖലയെ തകർത്തുകൊണ്ട് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച BJP ഭരണം നമുക്കറിയാമല്ലോ. അന്ന് നമ്മുടെ ഇന്ത്യയിലെ അതിർത്തി സംരക്ഷിക്കുന്ന, ഇന്ത്യയിലെ ജനകോടികളെ സംരക്ഷിക്കുന്ന ധീര ജവാന്മാർ, ആ ധീര ജവാന്മാർ കാർഗിൽ യുദ്ധമുണ്ടായപ്പോൾ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യ അതിർത്തിയിൽ വെയിലും മഴയും മഞ്ഞും കൊണ്ടുകൊണ്ട് അവർ വെടിയേറ്റ് മരിച്ച ആ സാഹചര്യം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുണ്ടായി. ആ കാർഗിൽ യുദ്ധത്തിൽ മരിച്ച ധീര ജവാന്മാരെ അവരുടെ വീടുകളിലേക്ക്, അവരുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് ജനങ്ങളെ കാണിക്കണം, കുടുംബാംഗങ്ങളെ കാണിക്കണം. നാടിനെ സംരക്ഷിക്കാൻ വേണ്ടി പോയവരാണ്. അതിനുവേണ്ടി അവരെ കൊണ്ടുവരുന്ന ആ ശവപ്പെട്ടിക്ക്
കാശ് വാങ്ങിച്ചവരാണ്, അഴിമതി കാണിച്ചവരാണ്. നമ്മൾ സമരം നടത്തിയല്ലോ. എന്താണ് ശവപ്പെട്ടി കുംഭകോണം? ആരുടെ സമയത്ത്? BJP-യുടെ സമയത്ത്. അവർ ശവപ്പെട്ടിക്ക് പോലും കാശ് വാങ്ങി കോഴ കാണിച്ചുകൊണ്ട് ഈ രാജ്യത്തെ വർഗീയ ഫാസിസ്റ്റ് ശക്തികളാൽ അഴിഞ്ഞാടപ്പെട്ട സാഹചര്യത്തിലാണ് പ്രിയമുള്ളവരെ 2004 14ാമത് ലോകസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായത്. ഇടതുപക്ഷം എന്തിനു വേണ്ടി വരണം? ഇടതുപക്ഷം വന്നാൽ എന്താണ് ഗുണം? അതാണ് 2004 നമ്മുടെ രാജ്യത്തെ ഇടതുപക്ഷം മുന്നോട്ട് വെച്ച മുദ്രാവാക്യം. എന്താണ്? വർഗീയ ഫാസിസ്റ്റ് ശക്തിയെ, അതായത് തൊട്ടു മുൻപ് ഭരിച്ച വാജ്പേയി ഗവൺമെന്റ് വർഗീയ ഫാസിസ്റ്റ് ശക്തി, ആ വർഗീയ ഫാസിസ്റ്റ് ശക്തിയെ താഴെ ഇറക്കുക. പകരം എന്തായിരിക്കണം? ഒരു മതേതരത്വ പ്രസ്ഥാനത്തെ അധികാരത്തിൽ കൊണ്ടുവരിക. ആരായിരിക്കണം? പ്രധാനമന്ത്രി എന്നായിരുന്നില്ല. നമുക്ക് ഇന്ത്യ ഭരിക്കണമെന്നായിരുന്നില്ല ഇടതുപക്ഷം. ഇടതുപക്ഷം പറഞ്ഞത് എന്താണ്? ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെ ആക്കണമെന്നല്ല, മറിച്ച് രാജ്യത്ത് ഒരു മതേതരത്വ പ്രസ്ഥാനത്തെ അധികാരത്തിൽ കൊണ്ടുവരിക, വർഗീയ ഫാസിസ്റ്റ് ശക്തിയെ താഴെ ഇറക്കുക. ആരുടെ മുദ്രാവാക്യം? നമ്മുടെ രാജ്യത്തെ ഇടതുപക്ഷത്തിന്റെ മുദ്രാവാക്യം. ആ 2004 തെരഞ്ഞെടുപ്പിൽ പ്രിയമുള്ളവരെ, കേരളത്തിൽ നമുക്ക് 18 MP-മാരെ കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇന്ത്യൻ പാർലമെന്റിൽ 62 MP-മാരെ കൊണ്ടുവന്നു. ആ സമയത്ത് 2004 ഇന്ത്യ മഹാരാജ്യം ആർക്കും ഭരിക്കാൻ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഇടതുപക്ഷം വെച്ച മുദ്രാവാക്യം സാക്ഷാത്കരിക്കണം, മതേതരത്വ പ്രസ്ഥാനത്തെ കൊണ്ടുവരണം. കോൺഗ്രസ് മതേതരത്വ പ്രസ്ഥാനമാണ്, പക്ഷേ അവരുടെ എല്ലാ നയങ്ങളും അംഗീകരിക്കുന്നവരല്ല ഇടതുപക്ഷം. എന്നിരുന്നാലും ഒരു മതേതരത്വ പ്രസ്ഥാനം എന്ന നിലയിൽ കോൺഗ്രസിന് നമ്മൾ പിന്തുണ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. യാതൊരു ഉപാധിയും വെച്ചില്ല. നമുക്ക് ഇന്ത്യ ഭരിക്കണമെന്ന് നമ്മളെ മന്ത്രിമാരാക്കാൻ വേണ്ടി ഇടതുപക്ഷം ആവശ്യപ്പെട്ടില്ല. പക്ഷേ രാജ്യത്തൊരു മതേതരത്വ പ്രസ്ഥാനം അധികാരത്തിൽ വരണം. അതുകൊണ്ട് ഇടതുപക്ഷം പിന്തുണ തരാമെന്ന് കോൺഗ്രസുകാരോട് ഇടതുപക്ഷം പറഞ്ഞു. പക്ഷേ നിങ്ങളെ പൂർണ്ണമായി ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എങ്ങനെയായിരിക്കും ഈ 5 വർഷക്കാലം ഞങ്ങൾ പിന്തുണ തരുമ്പോൾ ഈ രാജ്യത്തെ നിങ്ങൾ കാണുക, രാജ്യത്തെ പൊതുമേഖലയെ കാണുക, രാജ്യത്തിന്റെ ഭരണം എങ്ങനെയാണ് നടത്തുക എന്നതിനെ സംബന്ധിച്ച് രാജ്യത്തെ ഇടതുപക്ഷത്തിന് അറിയണം. അല്ലാതെ ഞങ്ങൾക്ക് മന്ത്രിയാവണ്ട. അതിന്റെ ഭാഗമായാണ് പ്രിയമുള്ളവരെ ഇടതുപക്ഷം ആവശ്യപ്പെട്ടു. ഇടതുപക്ഷം ആവശ്യപ്പെടാൻ എന്താണ് കാരണം? നമുക്ക് നിർണായക സ്വാധീനമുള്ളത് കൊണ്ടാണ്. ഇടതുപക്ഷം പറഞ്ഞത് ഈ രാജ്യം ഭരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഞങ്ങൾക്കും അറിയണം. അതുകൊണ്ട് എന്ത് വേണം? രാജ്യത്തൊരു ഏകോപന സമിതി നിങ്ങൾ രൂപീകരിക്കണം. ആ ഏകോപന സമിതി രൂപീകരിച്ചുകൊണ്ട് നിങ്ങൾ മന്ത്രിസഭ കൂടി നയങ്ങൾ നടപ്പാക്കുന്നതിന് മുൻപായി ഏകോപന സമിതി ചർച്ച ചെയ്യണം എന്തൊക്കെയാണ് നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്ന് മാത്രവുമല്ല, 5 വർഷക്കാലം നിങ്ങൾ ഈ രാജ്യം ഭരിക്കുന്നത് എങ്ങനെയെന്നൊരു മിനിമം പ്രോഗ്രാം പരിപാടി തയ്യാറാക്കണം. ആ പരിപാടി തയ്യാറാക്കി ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ ആ പരിപാടി നടപ്പാക്കാൻ കഴിയൂ എന്ന് രാജ്യത്തെ ഇടതുപക്ഷം ആവശ്യപ്പെട്ടു. ഇടതുപക്ഷം ആവശ്യപ്പെട്ടത് എന്തിന്? നമുക്ക് നിർണായകമായ ശക്തി ഉള്ളത് കൊണ്ടാണ്. 62 MP-മാർ നമുക്കുള്ളത് കൊണ്ടാണ്. നമുക്ക് പിന്തുണ കൊടുക്കാൻ അവസരം ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് നടപ്പാക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയണം, ആർക്കും ഇടതുപക്ഷത്തിന് അറിയണം. അതിന്റെ ഭാഗമായാണ് പ്രിയമുള്ളവരെ രാജ്യത്ത് സോണിയാഗാന്ധി അധ്യക്ഷയായിക്കൊണ്ട് ഒരു ഏകോപന സമിതി രൂപീകരിച്ചു. സഖാവ് പ്രകാശ് കാരാട്ട്, സഹ ബൃന്ദ കാരാട്ട്, സഹ സീതാറാം യെച്ചൂരി അടങ്ങുന്ന ഇടതുപക്ഷ നേതാക്കന്മാർ അടങ്ങുന്ന ഏകോപന സമിതി രൂപീകരിച്ചു. ആ ഏകോപന സമിതി രൂപീകരിച്ചതിന് ശേഷം ഒരു മിനിമം പ്രോഗ്രാം പരിപാടി തയ്യാറാക്കി ഏകോപന സമിതിയിൽ കോൺഗ്രസുകാർ വെച്ചു. ആ ഏകോപന സമിതി മിനിമം പ്രോഗ്രാം പരിപാടി തയ്യാറാക്കി അവതരിപ്പിച്ചപ്പോൾ അതിൽ പ്രിയമുള്ളവരെ ഈ രാജ്യത്തെ ഇടതുപക്ഷത്തിന്റെ ആവശ്യമാണ് ആ മിനിമം പ്രോഗ്രാം പരിപാടി
നമ്മൾ നടത്തിയ ഭേദഗതിയാണോ നമ്മുടെ രാജ്യത്തെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി? കഴിഞ്ഞ ഒരു ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഒരു കോൺഗ്രസ്സുകാരിയായ ഒരു വനിത ആ ചർച്ചയ്ക്കകത്തുണ്ടായിരുന്നു. അവരോട് നമ്മുടെ സഹോദരിമാർ ചോദിച്ചു, ഈ കോൺഗ്രസ്സുകാർ നിങ്ങൾ ഇത്രയും കാലം ഈ രാജ്യം ഭരിച്ചല്ലോ, നിങ്ങൾ എന്താണ് നടപ്പാക്കിയത്? അവർ അങ്ങോട്ട് മറുപടി കൊടുത്ത എന്താണ്, നിങ്ങൾക്കറിയില്ലേ ഈ രാജ്യത്ത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കോൺഗ്രസ്സുകാരാണ് നടപ്പാക്കിയെന്ന് നാണമില്ലാതെ കണ്ട് പറഞ്ഞ ആ കോൺഗ്രസ്സുകാരായ വനിതകളോട് ഞാൻ ചോദിക്കുകയാണ്, ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ അനന്തര ഇന്ത്യ ഭരിച്ചത് കോൺഗ്രസ്സുകാരല്ലേ? അതിനുശേഷം ഇടക്കാലത്തും BJP വന്നല്ലോ. എന്റെ ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിങ്ങൾ അജണ്ടയിൽ ഉണ്ടായിരുന്നോ? നടപ്പാക്കിയോ? എന്തുകൊണ്ടാണ് 2004 ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിയത്? ഇടതുപക്ഷത്തിന്റെ ബദൽ നിർദ്ദേശമാണ്. ഈ രാജ്യത്തെ ഇടതുപക്ഷത്തിന്റെ ആവശ്യമാണ്. നമുക്കറിയാമല്ലോ, ഈ രാജ്യത്ത് തൊഴിലവകാശം മൗലിക അവകാശമാക്കണം. ആരുടെ മുദ്രാവാക്യമാണ്? ഇടതുപക്ഷത്തിന്റെ മുദ്രാവാക്യാമാണ്. രാജ്യത്തെ വർഗ വിഭജന സംഘടനകളുടെ പുരോഗമന ചിന്താഗതിയുള്ളവരുടെ സമരമായിരുന്നു ഈ രാജ്യത്തെ തൊഴിലവകാശം മൗലിക അവകാശമാക്കണം. അപ്പൊ അങ്ങനെ ഒരു നിയമമില്ലായിരുന്നല്ലോ. അതിന്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷം ആവശ്യപ്പെട്ടു, ഒരു കുടുംബത്തിൽ ഒരാൾക്ക് തൊഴിലവസരം ഉണ്ടാകണം. കേവല ദാരിദ്ര്യം എങ്ങനെ മാറ്റാം? അതിനുവേണ്ടി തൊഴിലുള്ളവരായി മാറണം. അതുകൊണ്ട് ഒരു കുടുംബത്തിൽ ഒരാൾക്ക് തൊഴിലവസരം കൊടുക്കണം. ഇതിനു വേണ്ടി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇതിൽ കൂട്ടിച്ചേർക്കണം, നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തിന്റെ മാത്രമാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. കോൺഗ്രസുകാർക്കോ BJPക്കാർക്കോ യാതൊരു അവകാശവുമില്ല. ഒരു നാണം കെട്ടവർ പറയുകയാണ് ഞങ്ങളുടെയാണ്. അത് നമ്മൾ ഇടതുപക്ഷം പിന്തുണ കൊടുത്തോണ്ടാണ്. അതിനുശേഷം നമുക്കറിയാമല്ലോ, ഈ രാജ്യത്ത് ഒരു വന അവകാശ ബില്ല്, ഒരു നിയമം ഉണ്ടായിരുന്നോ? ആ നിയമം ഉണ്ടാകണമെന്നോ നമ്മുടെ ബദൽ നിർദ്ദേശമാണ് ഇടതുപക്ഷത്തിന്റെ. മറ്റൊന്ന് നമുക്കറിയാമല്ലോ, എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ഏത് ഓഫീസുകളിൽ പോയാലും ഞങ്ങൾക്ക് ഇന്ന വിവരം അറിയണം, നിങ്ങളുടെ പാട്ടിന് പോകും, ഇവിടെ അത് നോക്കിക്കണ്ട് പറയാൻ ആളില്ല. പക്ഷേ വിവര അവകാശ നിയമം എന്ത് അറിയാനുള്ള ഒരു പൗരന്റെ അവകാശം അത് നടപ്പാക്കണം. അതിനുള്ള വിവര അവകാശ നിയമം കൊണ്ടുവരണം. ആരുടെയാണ്? ഇടതുപക്ഷത്തിന്റെയാണ്. മറ്റൊന്നുണ്ടല്ലോ, നമുക്കറിയാം പല നിയമങ്ങളും. ഇന്ത്യൻ ഭരണഘടനയിലെ സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശമുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിലെ സ്ത്രീധന ബില്ല് നിരോധന നിയമം ഒക്കെ ഉണ്ട്. പക്ഷേ അത് എത്രമാത്രമാണ് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുന്നത് നമുക്കറിയാം. സ്ത്രീ പീഡന നിരോധന നിയമം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ രാജ്യത്ത് കുടുംബങ്ങളിലെ നടക്കുന്ന പീഡനങ്ങൾക്ക് യാതൊരു പരിഹാരവും കാണാൻ മാർഗമില്ലാതിരുന്ന സമയത്താണ് ഇടതുപക്ഷം പറഞ്ഞു, ഗാർഹിക പീഡന നിരോധന നിയമം കൊണ്ടുവരണം. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുക്കാൻ സാധിച്ചത് കൊണ്ടാണ്. അതിനുശേഷമോ ആ 4 വർഷക്കാലം എന്തായി നമ്മുടെ ഇന്ത്യ? ഈ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഏകോപന സമിതി രൂപീകരിച്ചത് വിളിച്ചു കൂട്ടാതെ തന്നെ ആദ്യം ഒരു തീരുമാനമെടുത്തല്ലോ, ഈ രാജ്യത്തെ ലാഭത്തിലോടുന്ന നവരത്ന കമ്പനികളെ സ്വകാര്യവൽക്കരിക്കുക.